പശ്ചിമ കൊച്ചിയിൽ പൊതുപൈപ്പിലൂടെ ലഭിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമായ കോളിഫോം ബാക്ടീരിയ കലർന്ന വെള്ളമെന്ന് പരിശോധനാ റിപ്പോർട്ട്. ജലജന്യ രോഗങ്ങൾ പിടിപെട്ട് പശ്ചിമ കൊച്ചിയിൽ നിന്ന് ദിനംപ്രതി നിരവധി പേരാണ് ചികിത്സ തേടുന്നത്. കോളറ, മഞ്ഞപ്പിത്തം, വയറിളക്കം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ പശ്ചിമ കൊച്ചിയിൽ പടർന്നു പിടിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പശ്ചിമ കൊച്ചിയിലെ പൊതുപൈപ്പിലൂടെ ലഭിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 10 ഇരട്ടിയാണ്. ഈ പരിശോധനാ റിപ്പോർട്ടുകൾ തന്നെ ഇക്കാര്യം തെളിയിക്കുന്നു. പൈപ്പിലൂടെ ലഭിക്കുന്ന വെള്ളം രൂക്ഷഗന്ധമുള്ളതും ചെളി കലർന്നതുമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. വെള്ളത്തിന്റെ കളറ് ചില നേരത്ത് നിൽക്കുമ്പോണ്ടല്ലേ, ചില നേരത്ത് മഞ്ഞ കളറായിരിക്കും, ചില നേരത്ത് കറുപ്പ് കളറായിരിക്കും. വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പറ്റണില്ല വെള്ളം. പിന്നെ ഡീസൽ ഉണ്ടല്ലോ, ഡീസലിന്റെ കളറ് വെള്ളം, ഇന്നലെ വന്നേക്കണ ഡീസൽ കളർ വെള്ളം. അങ്ങനെയൊക്കെ വെള്ളത്തിന്റെ ഇത് എന്ത് ചെയ്യും ഞങ്ങൾ ഈ വെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടാല്. അഴുക്ക് നിറഞ്ഞ കാനകൾക്കടിയിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ കടന്നു പോകുന്നത്. കാലപ്പഴക്കം മൂലം ഈ പൈപ്പുകൾ പൊട്ടുന്നതാണ് മലിനജലം കലരാൻ കാരണമെന്നും പരാതിയുണ്ട്. കൂടുതലായിട്ട് കൃമി അത് ഇതൊക്കെ കൂടെ കച്ചറകൾ മൊത്തമാണ് ആ പൈപ്പിൽ നിന്ന് അടിക്കും തോറും വന്നുകൊണ്ടിരിക്കണത്. ഈ വെള്ളം കുടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല, അത്രയും ഇതിലാണ് വരുന്നത്. പിള്ളേർക്ക് പല രോഗങ്ങളായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കലാണ്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ പ്രശ്നപരിഹാരത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.